യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവരാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ തന്റെ പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നുള്ള വിഷയമായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നമ്മെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ളതായ ഒരു പ്രവൃത്തിയായിരുന്നല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തു ധാരാളം ഉപമകൾ ദൈവരാജ്യം സംബന്ധിച്ച് നമുക്ക് വേണ്ടതായ അറിവ് ലഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ഓരോ ഉപമകൾ പഠിക്കുക വഴി ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ ഓരോരുത്തരും ആത്മീയമായ ദൈവരാജ്യത്തിൽ ഈ ഭൂമിയിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ആത്മീയ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതും വളരെ ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ഏതാണ്ട് 3 ഉപമകൾ നമ്മൾ ഇത് സംബന്ധിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ഉപമ അവനവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. നോക്കണേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപമയാണ്. ഏതാണ്ട് 3 കൂട്ടം കാര്യങ്ങൾ ഈ ഉപമയിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും ദൈവരാജ്യം സംബന്ധിച്ച്. മുമ്പ് ഒരുപക്ഷെ എന്നെ കേൾക്കാത്തവരായ ആളുകൾ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് മനസ്സിലാക്കണം എന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത് കേട്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ വചനം കേൾക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യത്തെ ചില വസ്തുക്കളുമായി കർത്താവ് സാദൃശ്യം ചെയ്തുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ വളരെ വ്യക്തമായി കടുകുമണിയോട് ദൈവരാജ്യം സദൃശ്യമാണെന്ന് പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കടുക് മണി നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ കറികൾക്ക് രുചി വരുത്തുവാൻ ഉപയോഗിക്കുന്നതായ വളരെ പ്രാധാന്യമുള്ള ഒരു ധാന്യമാണല്ലോ കടുക് എന്ന് പറയുന്നത്. വളരെ ചെറുതാണ്. നമ്മുടെ കയ്യിൽ നിന്നും 1-2 കടുകുകൾ പോയാൽ നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല, കാരണം അത് അതുപോലെ ചെറുതാണ്. എന്ന് മാത്രമല്ല, ധാന്യവർഗ്ഗങ്ങളിൽ അല്പം വിലക്കുറവുള്ളതായ ഒരു ധാന്യം കൂടെയാണല്ലോ ഈ കടുക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ചെറുതാണ്, അതിൻ്റെ വലിപ്പത്തിലും അതേപോലെ തന്നെ അതിൻ്റെ വിലയിലും, അതുപോലെ നമ്മൾ കൊടുക്കുന്നതായ പരിഗണനയിലും. ഇന്ന് ലോകത്തിൽ ദൈവരാജ്യം ഇപ്രകാരമാണ്. മനുഷ്യർ വളരെ നിസ്സാരമായി കാണുന്ന ഒന്നാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുമായിരിക്കും, ഇതെന്തിനാ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? മറ്റ് കാര്യങ്ങൾ പറഞ്ഞുകൂടെ? ഞങ്ങൾക്ക് ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയുന്നതായ സന്ദേശങ്ങൾ പറഞ്ഞുകൂടെ? ഞങ്ങളുടെ രോഗസൗഖ്യത്തിന് ഉപോത്പലകമായ വാക്യങ്ങൾ പറഞ്ഞുകൂടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണെങ്കിലും പ്രാധാന്യം കുറഞ്ഞതാണെങ്കിലും ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിലപിടിപ്പുള്ള ഒന്നാണ് ഇതെന്ന് ഇവിടെ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് വളരെ വ്യക്തമായി സംസാരിക്കുക. ചെറുതാണ് എന്നുള്ളതായ ഒരു നിരീക്ഷണം എപ്പോഴും നമ്മുടെ ഭാഗത്തുണ്ട്. നോക്കൂ, ഇവിടെ കർത്താവ് പറയുന്നത് ദൈവരാജ്യം വളരെ ചെറുതാണ്, ഒരു കടുകുമണിയോളമുള്ളൂ. അതേപോലെ തന്നെ കടുകുമണി വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയ ഒരളവ് വിശ്വാസം. അതേപോലെ തന്നെയാണ് ദൈവരാജ്യം എന്നുള്ള വിഷയത്തിന് ഇന്ന് ലോകത്തിൽ ആളുകൾ അധികം പ്രാധാന്യം കൊടുക്കാറില്ല. ഇവിടെ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു, അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി മാറി. ഞാൻ ഈ ഒരു കാര്യങ്ങൾ എൻ്റെ ചെറുപ്പം മുതൽ വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കടുകുമണി ഇത്രത്തോളം വളരുവോ? നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഇതൊരു കുറ്റിച്ചെടി മാത്രമാണ്, ഏതാണ്ട് ഒരു 3 അടിയോ അല്ലെങ്കിൽ 4 അടിയോ പൊക്കത്തിൽ മാത്രം വളരുന്ന ഒരു ചെടിയാണ് ഈ കടുകുമണി ചെടി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് ഇതിനെ മറ്റൊരു ആംഗിളിലേക്ക് കൊണ്ടുവരികയാണ്, മറ്റൊരു വിധത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി തീർന്നു. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ സസ്യങ്ങളെക്കാളും വലുതായി തീർന്നു എന്നുള്ള ഒരു അൺനാച്ചുറൽ ഗ്രോത്തിനെ കുറിച്ച്, അഭൗമികമായ ഒരു വളർച്ചയെക്കുറിച്ച് ഇവിടെ യേശുക്രിസ്തു പറയുക. ചില ആളുകൾ പറയാറുണ്ട്, ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇത് നടക്കുന്ന കാര്യമാണോ? പക്ഷേ ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണെന്നുള്ളത്
നമുക്ക് പിൽക്കാലത്ത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇസ്രയേലിൽ വളരെ ചുരുങ്ങിയതായ നിലയിൽ 12 ശിഷ്യന്മാരെ കൂടി ആരംഭിച്ചതായ ഈ ദൈവിക മാർഗം ഇന്ന് ലോകത്ത് മുഴുവൻ പരന്നു കിടക്കുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവനും ക്രിസ്ത്യാനിറ്റി പടർന്നു കഴിഞ്ഞു. വാസ്തവത്തിൽ യേശുക്രിസ്തു ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ പടർന്നു എന്ന് പറയുമ്പോഴും നമ്മൾ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനിത്വം ലോകത്ത് മുഴുവൻ പരന്നെങ്കിലും ജെന്യൂനായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പറയുന്നിടത്താണ് ഈ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഈ ഉപമയുടെ പ്രാധാന്യം. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇതൊരു പ്രൊഫറ്റിക്കലായിട്ടുള്ള ഒരു പാരബിളാണ്. മുമ്പും നമ്മൾ വായിച്ചതായ, നമ്മൾ പഠിച്ചതായ ഉപമകളും പ്രൊഫറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രവചനീയമായി വളരെ പ്രാധാന്യമുള്ള ഉപമകളാണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് യേശുക്രിസ്തു ആ കാലത്തുള്ള സഭയുടെ വളർച്ച മാത്രമല്ല, നമ്മുടെ ഈ കാലഘട്ടത്തിലും സഭയ്ക്കുണ്ടാകുന്ന വളർച്ചയെക്കുറിച്ചുള്ള ഒരു പ്രവചനീയമായിട്ടുള്ള ഉപമയാണ് ഈ ഒരു ഉപമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? യേശു ഉദ്ദേശിക്കുന്നത് ഈ ദൈവരാജ്യം വളരും, ക്രിസ്ത്യാനിത്വം ലോകം മുഴുവനും പടരും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ US വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിൽ വെച്ച് ഒരു വ്യക്തിയെ കാണുവാനിടയായി തീർന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ ഭാവം, അദ്ദേഹത്തിന്റെ നടപ്പ് എല്ലാം ഒരു ക്രിസ്ത്യാനി നടക്കുന്ന പോലെ തന്നെ നമുക്കങ്ങനെ ഫീൽ ചെയ്യുമല്ലോ, ഇദ്ദേഹം ഒരു ദൈവവേദലാണ് എന്നുള്ള ചിന്തയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, യെസ്, ഐ എം എ ക്രിസ്ത്യൻ, ബട്ട് ഐ എം നോട്ട് പ്രാക്ടീസിങ് ഇറ്റ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യനാണ്, പക്ഷെ ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായി തീർന്നു. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ക്രിസ്ത്യനാണ്, പക്ഷേ ഐ എം നോട്ട് പ്രാക്ടീസിങ് ഇറ്റ് എന്ന് പറയുന്നതായ ഒരാളെ നോക്കൂ. ഇങ്ങനെയുള്ള ആളുകൾ ഇന്ന് ലോകത്ത് അസംഖ്യമാണ്. അവർ ക്രിസ്ത്യാനികളാണ്, എന്നാൽ അവർ വിശുദ്ധ വേദപുസ്തകം അനുസരിക്കുന്നില്ല, അവർ ചർച്ചുകളിൽ കടന്നു പോകുന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തോടുള്ള സമയം അവർ ചെലവിടുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതായ ധാരാളം ആളുകളുണ്ട്. ലോകത്ത് 500 കോടിയിൽ 300 കോടിയും ക്രിസ്ത്യാനികളാണെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ തന്നെ ബഹുഭൂരിപക്ഷം പേരും യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ഈ നാമത്തിലുള്ള വളർച്ച ലോകമെമ്പാടും സംഭവിക്കും, ദൈവരാജ്യത്തിന് വളർച്ച സംഭവിക്കും. അപ്പോൾ യേശുക്രിസ്തു ദൈവരാജ്യത്തെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാവരും പെർഫെക്റ്റായ ഒന്നായിട്ടല്ല യേശു കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഈ ഉപമകളിലൂടെ പഠിച്ചതും അങ്ങനെയല്ലേ? വലയെക്കുറിച്ച് പറഞ്ഞതായ ഉപമയിലും നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എല്ലാത്തരം മീനും പിടിക്കുന്നതായ വലിയ വീശുവലയോട് ദൈവരാജ്യം ഉപമിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും അതിശയിച്ചു പോകരുത്. ഇന്ന് ലോകത്തിലുള്ള ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ യഥാർത്ഥ ക്രിസ്ത്യാനികളല്ലാത്ത, കർത്താവ് യേശുക്രിസ്തുവിനെ പിൻപറ്റാത്ത മറ്റു മധ്യസ്ഥന്മാരെയും മറ്റു ആളുകളെയും ആരാധിക്കുന്നവരായ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്യാത്ത ക്രിസ്ത്യാനികൾ, അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഇന്ന് ലോകം നിറഞ്ഞിരിക്കുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ട് യേശു ഇവിടെ പറയുന്നു, അത് ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം അത് വൃക്ഷമായി തീർന്നു. വൃക്ഷമായി തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സാമ്രാജ്യത്വങ്ങളെ അതുപോലെ ജനങ്ങളുടെ കൂട്ടത്തെ വൃക്ഷങ്ങളായിട്ട് വിശുദ്ധ വേദപുസ്തകം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിന് സഹായമാകുന്ന 1-2 വാക്യങ്ങളുടെ റെഫറൻസുകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് വായിക്കുക. പ്രവാചക പുസ്തകമായ യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം, ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 20-22 വാക്യങ്ങൾ. അതേപോലെ തന്നെ ഇങ്ങനെ വലുതായ ഈ കടുകുമണി ചെടിയുടെ ചില്ലകളിൽ പക്ഷികൾ ഇരിക്കുന്നത് കാണിക്കുന്നതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചിന്ത യെശയ്യാപ്രവചനം 46-ാം അധ്യായം 11-ാമത്തെ വാക്യം, യിരെമ്യാവ് 12:9, യെഹെസ്കേൽ 17:22 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷികൾ എന്നുള്ളതായ ചിന്തയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വിതക്കാരുടെ ഉപമയിൽ വഴിയിൽ വീണ വിത്തിനെ പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടു പോയി എന്ന് പറയുന്നിടത്ത് യേശു പറയുന്നത് പിശാച് എന്നുള്ള ഒരു പ്രയോഗമാണ്. അതായത് പക്ഷികളെ പലപ്പോഴും പിശാച് എന്നുള്ള കാര്യത്തിലും ഈ ദൈവവചനം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പിശാചിനെ പക്ഷികളോട് ഉപമിച്ചതായ പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഈ ഒരു ഉപമയിലും യേശു പറയുന്നു, ഈ മരത്തിന്റെ ചില്ലകളിൽ പക്ഷികൾ കൂടുകൾ വയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം സാത്താനിക മേധാവിത്വമുള്ള ആളുകൾ, സാത്താനാൽ നയിക്കപ്പെടുന്ന ആളുകൾ, സാത്താന്റെ പ്രലോഭനങ്ങളിലും അവന്റെ ഉപകരണമായി തീരുന്ന ആളുകൾ ഈ ദൈവരാജ്യത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഒരു ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ട ഒരാള് അദ്ദേഹം സത്യസന്ധനാണ്, സത്യക്രിസ്ത്യാനിയാണെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ആ വ്യക്തിയുടെ വാക്ക് കേൾക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മറിച്ച് ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയെ നമ്മൾ ദൈവവചനപ്രകാരം കാണണം. ഒരു വ്യക്തി അവൻ അന്യഭാഷ പറയുന്ന വ്യക്തിയായിരിക്കാം, അവൻ പ്രവചനം പറയുന്ന വ്യക്തിയായിരിക്കാം, നല്ലവണ്ണം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, എന്നെപ്പോലെ ഇങ്ങനെ യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും പ്രസംഗിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ദൈവവചനത്തിൻ്റെ അനുസൃതമല്ലാതാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതം അപ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ വൃക്ഷത്തെ നമ്മൾ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയെയും നമ്മൾ തിരിച്ചറിയേണ്ടത് അവൻ്റെ ഫലം കൊണ്ടാണ്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, അവൻ പറയുന്ന ഉപദേശം മാത്രം കേട്ടാൽ മതി, അവൻ്റെ ജീവിതം നമ്മൾ നോക്കേണ്ട. അല്ല, നമ്മൾ ജീവിതവും നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിൽ നമ്മെ കുഴയ്ക്കുന്നതായ ധാരാളം ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യമാണ്, എന്തേ ഇങ്ങനെ ദൈവരാജ്യത്തിൽ ദൈവഹിതമില്ലാത്ത ആളുകൾ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടാത്ത ആളുകൾ, പിശാചിനാൽ സ്വാധീനിക്കപ്പെടുന്ന ആളുകൾ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ദൈവരാജ്യം അത് അഭൂതപൂർവമായ വളർച്ച നേടും. പക്ഷേ ആ വളർച്ചയിൽ അതിൻ്റെ ഒരു മരം എന്ന വണ്ണം അല്ലെങ്കിൽ ഒരു കടുകുമണി എന്ന വണ്ണം അതിൻ്റെ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ പക്ഷികൾ കൂടുവയ്ക്കും, അല്ലെങ്കിൽ പിശാചിൻ്റെ സ്വാധീനം അവിടെ ഉണ്ടാകും. ഇത് നമ്മൾ കണ്ണു തുറന്ന് കാണണം. പക്ഷേ നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തെ ശരിയായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. എതിർപ്പുകളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, നമുക്ക് ധാരാളം വെല്ലുവിളികളുണ്ടാകാം. സഭയിൽ പോലും കലക്കങ്ങളും അടിപിടിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലുമാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ദൈവവചനപ്രകാരം ജീവിക്കുവാനും വിശുദ്ധിയോടെ ജീവിപ്പാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞിരിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ ഈ രൂപമ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കട്ടെ. അതേ ദൈവരാജ്യത്തിൻ്റെ ആ ശരിയായ അനുഭവം നമുക്കുണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചനപ്രകാരം നമുക്ക് ജീവിക്കാം. സ്വർഗീയ പിതാവേ, ഇന്നയാളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കണ്ണ് തുറന്ന് കാണേണ്ടതായ ഒരു ഉപമയാണ് ഈ കടുകുമണിയുടെ ഉപമ. കർത്താവെ, എപ്രകാരം ദൈവരാജ്യം ഈ ലോകത്ത് വളർന്നിരിക്കുന്നുവെന്നും ഇതിൻ്റെ കൊമ്പുകളിൽ ഒരു സസ്യം എന്നവണ്ണം അതിൻ്റെ കൊമ്പുകളിൽ വസിക്കുന്നതായ പക്ഷികൾ സാത്താനെ പ്രതിനിധീകരിക്കുന്നുവെന്നും ജനതതികളെ പ്രതിനിധീകരിക്കുന്നുവെന്നും യഥാർത്ഥ ക്രിസ്ത്യാനികളല്ലാത്തവരെ പ്രതിനിധീകരിക്കുന്നുവെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ കർത്താവെ, ദൈവവചനപ്രകാരം ജീവിച്ചാൽ ഞങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ ആ അനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്നും കർത്താവെ, അങ്ങയോടൊപ്പമുള്ള ജീവിതം ഞങ്ങൾക്ക് ഏറ്റവും അസാധ്യകരമായി ഈ ലോകത്ത് ജീവിപ്പാൻ കഴിയുമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ്, ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീയ കൂട്ടായ്മയ്ക്കും വചന പഠനത്തിനും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഗോഡ് ബ്ലസ് യു ഓൾ.